ഇപ്പോൾ നമ്മൾ പഠിച്ചത് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ചു അല്ലേ. ഇനി അടുത്തത് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡി വി എന്ന് പറയുന്ന വോളിയത്തിന് വരുന്ന ചേഞ്ച് എന്ന് പറയും റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് റോ ഫൈ തീറ്റ ഡി വി എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് റോ ഫൈ തീറ്റ റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to സൈൻ 2 സൈൻ ഫൈ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ വിത്ത് റെസ്പെക്റ്റ് റോലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വിത്ത് റെസ്പെക്റ്റ് റോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സൈൻ സ്ക്വയർ ഫൈ നമ്മൾ റോലാണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സൈൻ സ്ക്വയർ ഫൈ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ സ്ക്വയർ ഫൈ ദെൻ ഇൻ്റഗ്രൽ റോ സ്ക്വയർ ഫൈ എന്ന് വരും. ഓക്കെ, എന്താ വരും? ഇൻ്റഗ്രൽ റോ സ്ക്വയർ ഡി ഫൈ റോ സ്ക്വയർ ഡി റോ എന്ന് നമുക്ക് വരും. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 2 സൈൻ ഫൈ എന്ന് വരും. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു 2 സൈൻ ഫൈ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ദെൻ നമുക്ക് ഒരു ബ്രാക്കറ്റ് ഉണ്ട് -0 എന്നാ വരും. ഓക്കെ, ഇനി നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു 2 ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ഇൻറ്റു നമുക്ക് എന്ത് വരും? സൈൻ ക്യൂബ് ഫൈ ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ. ഇപ്പോൾ 8/3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 8/3 ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു സൈൻ ക്യൂബ് ഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ പവർ 5 എന്ന് വരും നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ അത് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. എങ്ങനെ വരും? 8/3 ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to pi സൈൻ പവർ 5 ഡി ഫൈ ഡി തീറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോർഷനാണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് ഈ സൈൻ റേസ് ടു 5നെ നമ്മൾ സൈൻ സ്ക്വയർ ഫൈ ഓൾ സ്ക്വയർ. ഓക്കെ, ആദ്യം വേറെ തരത്തിൽ പറഞ്ഞുതരാം. ഇങ്ങനെ, അതായത് സൈൻ പവർ 4 ഇൻറ്റു സൈൻ 5 എന്നെഴുതി ഇതിനെ വീണ്ടും നമ്മൾ സൈൻ സ്ക്വയർ ഫൈ ഓൾ സ്ക്വയർ ഇൻറ്റു സൈൻ 5 എന്നെഴുതി. ഇനി സൈൻ സ്ക്വയർ തീറ്റേനെ നമുക്ക്, അതായത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റേനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് കോസ് സ്ക്വയർ 5 ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യണേ? എഴുതി വെച്ചിട്ടുള്ളത്. സോ നമ്മുടെ അതെന്തായിട്ട് മാറും? ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് മാറും. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് വെച്ചാൽ യൂസ് ഈക്വൽ ടു കോസ് 5 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി യൂസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? മൈനസ് സൈൻ 5 ഡി 5 എന്ന് പറയും അല്ലേ. ഇപ്പോൾ വിച്ച് ഈസ് ഇംപ്ലൈസ് ദാറ്റ് മൈനസ് ഡി യു ഈസ് ഈക്വൽ ടു സൈൻ 5 ഡി 5 എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ മുതലായിരുന്നു? 0 to pi ആയിരുന്നു അല്ലേ. അപ്പോൾ 5 0 ആവുന്ന സമയത്ത് യൂസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? കോസ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ 5ൻ്റെ വാല്യൂ പൈ ആവുന്ന സമയത്ത് യൂസ് ഈക്വൽ ടു കോസ് പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1. സോ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും? ഇൻ്റഗ്രൽ 1 to -1 മൈനസ് കോസിന് യു എന്ന് കൊടുക്കുമ്പോൾ യു സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു സൈൻ 5 ഡി 5 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മൈനസ് ഡി യു എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ.
ഇനി നമ്മൾ ഈ ഇൻ്റഗ്രലിനെ റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഇപ്പോൾ 1 to -1 അല്ലേ, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, മൈനസ് ഇൻ്റഗ്രൽ -1 to 1 1 - u² ഇൻറ്റു -du എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി അവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. ഇനി ഈ മൈനസും കൂടി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടി എന്താണ്, ഇൻ്റഗ്രൽ -1 to 1 1 - u² du എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കുക. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. സോ ഇൻ്റഗ്രൽ -a to a f(x) dx, ഇവിടെ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഈവൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ റിസൾട്ടിൻ്റെ 2 times ഇൻ്റഗ്രൽ 0 to a f(x) dx എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് നമുക്ക് ഈവൻ ആണെന്ന് നോക്കാമെന്ന് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, f(-x) = f(x) ആയി കിട്ടുകയാണെങ്കിൽ നമുക്കത് എന്ത് പറയാൻ പറ്റും, ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കേണ്ടത്, ഇതെന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് u ആണ്. സോ നമുക്ക് f(u) ആയിരിക്കും കിട്ടുക. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയതുകൊണ്ട് നമുക്കിതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്നും അതിനെ നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രകാരം ഇൻ്റഗ്രൽ 0 to 1 1 - u² du എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ എങ്ങനെ മാറും, ഇൻ്റഗ്രൽ 0 to 1 1 - u² ഇൻറ്റു du എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 1 - u² എന്ന് പറയുന്നതിനെ a - b² വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ a², ഇവിടെ എന്താ 1 - 2ab, സോ 2 × 1 × u² പ്ലസ് u² എന്ന് പറയും. സോ അതെന്തായിട്ട് മാറി, 1 - 2u² പ്ലസ് u⁴ ഇൻറ്റു du എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യാണ്. സോ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ 1 എന്ന് പറയുന്നത് u - 2 × u³ / 3 പ്ലസ് u⁴ / 5 വിത്തിൻ ദ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്, 0 to 1. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 1 - 2/3 പ്ലസ് 1/5 എന്ന് വരും. ദെൻ -0 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, 1 - 2/3 പ്ലസ് 5 എന്ന് വരും. സോ 1 - 2/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക, 1/3 എന്ന് വരും അല്ലേ. 1/3 പ്ലസ് 1/5 എന്ന് വരും. 1/3 പ്ലസ് 1/5 എന്ന് വരുമ്പോൾ നമുക്ക് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 5 + 3 / 15 വരും. പിന്നെ പുറത്ത് നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 8/15 എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ പുറത്ത് നമുക്കൊരു 16/3 ഉണ്ടായിരുന്നു. അതായത് 8/15 16/3 അതോടെ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം, അതായത് 128 / 45 വിത്തിൻ ദ ലിമിറ്റ് ഇൻ്റഗ്രൽ 0 to π d∞ എന്ന് വരും. നമ്മളത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ d∞ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to π. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, π - 0 വിച്ച് ഇംപ്ലൈസ് നാറ്റ് π എന്ന് പറയും. സോ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും, വിച്ച് ഇംപ്ലൈസ് നാറ്റ് 128 / 45 π എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ -π to 0 ഇൻ്റഗ്രൽ π/4 to π/2 ρ³ sin 2φ d∅ d∠θ ρ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ആദ്യം ഈ ഒരു ഇത്രയും പോർഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ d∅ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. d∅ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയുന്നത് എന്താണ്, ρ³ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മളതിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ ρ³ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ ലിമിറ്റ് ഉണ്ട്, ഞാൻ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻ്റഗ്രൽ sin φ d∅ എന്ന് വരും. സോ നമുക്ക് ρ³ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, -cos 2φ വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, 2 എന്ന് വരും. എവിടെ നിന്ന് മുതൽ എവിടെ വരെ ആയിരുന്നു, π/4 to π/2. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് നായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ρ³ ഇൻറ്റു -cos 2 ഇൻറ്റു π/2 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വരും, cos π വരും. cos πൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ -1 ഡിവൈഡഡ് ബൈ 2 ദെൻ
മൈനസ് വീണ്ടും ഒരു മൈനസ് കോസ് 2π ഇൻറ്റു π/4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരിക കോസ് π/2 എന്ന് വരും. കോസ് π/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ -0 എന്ന് വരും അല്ലേ. ഇപ്പോൾ ഇതെന്തായിട്ട് മാറും റോ ക്യൂബ് ഇൻറ്റു 1/2 എന്ന് വരും. സോ നമുക്ക് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വരിക റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മൾ അത്രയും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്ന് പറയുന്നത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മളതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ ഉണ്ടാവും ഇൻറ്റഗ്രൽ 0 to 2 ഇൻറ്റഗ്രൽ -π to 0 റോ ക്യൂബ് ഇൻറ്റു d θ d∅ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യാണ്. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ചെയ്യുന്നത് കൊണ്ട് റോ ക്യൂബ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ d∅ എന്ന് വരും. ചെയ്യുമ്പോൾ നമുക്ക് റോ ക്യൂബ് ഇൻറ്റു തീറ്റ വിത്തിൻ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു -π to 0 എന്നായിരുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ റോ ക്യൂബ് ഇൻറ്റു 0 - -π എന്ന് നമുക്ക് വരും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് റോ ക്യൂബ് ഇൻറ്റു π എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റോ ക്യൂബ് ഇൻറ്റു π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ റോ ക്യൂബ് ഇൻറ്റു π എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. π കോൺസ്റ്റൻ്റ് ആണ്. അതിനുവേണ്ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ π/2 ഇൻറ്റഗ്രൽ 0 to 2 റോ ക്യൂബ് ഇൻറ്റു d റോ. ഇനി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും റോ പവർ 4 ഡിവൈഡഡ് ബൈ 4 വിത്തിൻ ദ ലിമിറ്റ് 0 to 2 എന്ന് വരും. സോ നമ്മളത് കൊടുക്കുമ്പോൾ 2/4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും 16 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് എന്നിട്ട് നമുക്ക് 4 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ പുറത്തൊരു π/2 ഉണ്ട്. സോ π/2 ഇൻറ്റു 4 എന്ന് നമ്മൾ ചെയ്യുക. സോ 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2π എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രൽ എന്താ കിട്ടിയത് 2π എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. എളുപ്പമുള്ള പ്രോബ്ലംസാണ് രണ്ടെണ്ണം.